Hi friends, welcome back to SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോർഡിനേഷൻ കെമിസ്ട്രിയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ ആൻഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ രണ്ട് രീതിയിലും പറയാറുണ്ട്. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഫോർ എ നോൺ ലീനിയർ മോളിക്യൂൾ ഇൻ ആൻ ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് ഡിസ്റ്റോർഷൻ അക്വയർ ടു ലോവർ സിമെട്രി ആൻഡ് റിമൂവ് ഡീജനറസി ആൻഡ് ലോവർ എനർജി. അതായത് ഒരു നോൺ ലീനിയർ മോളിക്യൂള് ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അത് റിപ്പൾഷൻ കാരണം അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ സിമെട്രി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, അതിന് ഡിസ്റ്റോർഷൻ നടക്കും. ഈ ഡിസ്റ്റോർഷനെയാണ് യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇഫ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ഇൻ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ലെവൽസ്, if electrons occupies in the orbitals of same energy levels called electronically degenerate state. സോ അങ്ങനെയുള്ള ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ്, അതായത് സെയിം എനർജിയിൽ ഇലക്ട്രോൺസ് നിൽക്കുന്ന സമയത്ത് ഇലക്ട്രോൺ റിപ്പൾഷൻ വരും. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ഇലക്ട്രോൺസ് ഗെറ്റ് സം റിപ്പൾഷൻസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദി എനർജി ഓഫ് ദി സിസ്റ്റം. സോ in order to lower this energy, complex split into another sub-levels. അതായത് നമ്മൾക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ അറിയാം EG എന്താണ് T2G അല്ലെങ്കിൽ T2 ഈ ഉള്ള സ്പ്ലിറ്റിങ് മാത്രമേ ഉള്ളൂ. അതായത് T2G എന്ന് പറയുമ്പോൾ DXY, DXZ, DYZ ആൻഡ് EG എന്ന് പറയുന്ന സമയത്ത് DX² - Y² ആൻഡ് DZ² ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ, ദെൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലാണെങ്കിലും ഓക്കെ. പക്ഷേ ഈ ലെവൽസും ഫർദർ എന്ത് ചെയ്യുക, സബ് ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കോംപ്ലക്സുകൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ ഫിനോമിനനെയാണ് എന്തെന്ന് പറയുന്നത്, യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റ് കാരണം നമുക്ക് ഒരുപാട് മോളിക്യൂൾസിൻ്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. വി ക്യാൻ പ്രെഡിക്റ്റ് ദി ജോമെട്രീസ് ഓഫ് സം കോംപ്ലക്സ് ആൻഡ് can also explains the reason for certain geometry of certain complexes. Okay, സോ യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ ഇപ്പോൾ കാണിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനുണ്ട്. സോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ദി ഓൺലി കോൺഫിഗറേഷൻ ദാറ്റ് ആർ നോൺ ഡീജനറേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആർ D3, D5, D6, D8. അതായത് D3, D5 ഹൈ സ്പിൻ, D6 ലോ സ്പിൻ ആൻഡ് D8. ദെൻ ഈ ഒരു കോൺഫിഗറേഷനിൽ എന്തില്ല, യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ ഇല്ല. യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫർദർ സ്പ്ലിറ്റിംഗ് സബ് ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കോൺഫിഗറേഷൻസും യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ ആർ എക്സ്പെക്റ്റഡ് ഫോർ ഓൾ അതർ കോൺഫിഗറേഷൻസ് എക്സെപ്റ്റ് ഫ്രം എബോവ് മെൻഷൻഡ്, മീൻസ് D1, D2, D4, D5 ലോ സ്പിൻ, D6 ഹൈ സ്പിൻ, D7 ആൻഡ് D9. ഇതെല്ലാം എന്ത് ചെയ്യും, എന്ത് കാണിക്കും, യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും. പിന്നെ അതിൽ D10 വരുന്നത്, D10 ഫുള്ളി ഫിൽഡ് ആകുന്ന സമയത്ത് എന്തില്ല, അതിൽ യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ ഇല്ല. അതും ഫസ്റ്റ് കേസിലുള്ളതാണ്. സോ ഇതൊന്നും മെമ്മറൈസ് ചെയ്ത് വെക്കുക. സോ യാൻ-ടെല്ലർ ഡിസ്റ്റോർഷൻ വഴി നമുക്കറിയാം ആക്സിയൽ ഇലോങ്ങേഷൻ, അതായത് ആക്സിയൽ ബോണ്ട് when electrons enter into DZ² orbital, axial bonds are elongated than other for bonded in a plane. അതായത് നമുക്കൊരു ഒക്ടാഹെഡ്രൽ ജോമെട്രി എങ്ങനെയാണെന്നറിയാം. അതിൽ ബോണ്ട്സ് DZ² ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ്, ആ ഒരു ബോണ്ട് എലോങ്ങേറ്റഡ് ആയിരിക്കും. അതിനെയാണ് Z ഔട്ട് എന്ന് പറയുന്നത്, ആക്സിയൽ ഇലോങ്ങേഷൻ.
ദെൻ ആക്സിയൽ കംപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ആക്സിയൽ ബോൺഡ്സ് കംപ്രസ് ചെയ്യുക, അതായത് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് dx² - y². നമുക്ക് dx² - ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് അറിയാം, അതെന്താണ് ഈ എന്താണ് സ്ക്വയർ പ്ലാനാർ, അതുപോലെ അങ്ങനെ പ്ലാനാർ അങ്ങനെയാണ് കിടക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് electrons enter to dx² - y² orbital. Ligands in xy planes are more repelled or than axial bonds. So axial bonds എന്ത് ചെയ്യും, compress ചെയ്യും. So it is known as Z in distortion. ഇപ്പോൾ നമ്മൾ ഇതാ ഡിസ്റ്റോർഷൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ, അതായത് ഈ ഒരു കേസ് ഇത് നമ്മൾ T2g EG ഓർബിറ്റലാണ്. ഈ T2g EG ഓർബിറ്റൽ ഈ എൻട്രലാർ ഡിസ്റ്റേഷൻ വഴി, അതായത് Z ഔട്ട് എന്ന് പറയുമ്പോൾ ഈ Z ആക്സിസ് ഇലോങ്ങേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ Z വരുന്ന ഓർബിറ്റൽസ് എല്ലാം എന്ത് ചെയ്യും, ലോവർ എനർജി ആവും. ഇപ്പോൾ ഫസ്റ്റിൽ ഇവിടെ dxz dyz dxy ആണുള്ളത്. അതിൽ dz വരുന്നത് ലോവർ എനർജി ആയി, ദെൻ dxy. ദെൻ EG ഓർബിറ്റൽസ് dx² - y² dz² ആണ്. അതിൽ Z വരുന്നതിന് ലോവർ എനർജിയായി dz² ആൻഡ് dx² - y². ദെൻ സ്ക്വയർ പ്ലാൻ, അതായത് ഈ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്ത് അത് അങ്ങനെ ബ്രേക്കായി പോകുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ജോമെട്രി എന്താണ്, സ്ക്വയർ പ്ലാനാർ. സ്ക്വയർ പ്ലാനാറിൻ്റെ സമയത്ത് അപ്പോൾ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് അപ്പോൾ എന്തായാലും Z ഓർബിറ്റൽസ് വീണ്ടും എക്സ്ട്രാ ലോവർ എനർജിയിലേക്ക് വരും. സോ dxz dyz dz² dxy ആൻഡ് dx² - y² എന്നുള്ള രീതിയിലേക്ക് എത്തും. ദെൻ വേറെ ഇനി Z in, അതായത് Z ഓർബിറ്റൽസ് കംപ്രസ് ചെയ്യുക. Z ഓർബിറ്റൽസ് കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മീൻസ് xy ഓർബിറ്റൽസ് എന്ത് ചെയ്യുക, ഹയർ എനർജിയിലേക്ക് വരിക, ലോവർ എനർജിയിലേക്ക് വരിക, Z ഉള്ളത് ഹയർ എനർജിയിലേക്കും പോവുക. സോ dxy ആണ് Z in, അത് അങ്ങനെയുള്ള അതിനെയാണ് Z in എന്ന് പറയുന്നത്. സോ Z in dxy dxz yz dx² - y² ആൻഡ് dz². സോ ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, if Z axis is removed the complex becomes square planar. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആ സൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the crystal field splitting diagram for a complex in square planar field is. Correct answer is option D, dx² - y² dxy dz² dxz equal in energy with dyz. Next question, dash is tetragonal. Correct answer is option D. In trigonal bipyramidal crystal field, the d orbitals with highest energy is. Correct answer is option D, dz². Next question, the asymmetric nature of the UV visible spectrum of titanium H2O 6 times 3+ is due to. Correct answer is option D, Jahn-Teller distortion. അതായത് ടൈറ്റാനിയം H2O 6 times 2+, അതിൽ ടൈറ്റാനിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ബാലൻസ് ഇലക്ട്രോൺസ് D1 ആണ് വരിക. സോ D1 വരുന്ന സമയത്ത് അതിൻ്റെ ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ അതെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ടൈറ്റാനിയം H2O 6 times 2+, 6 times 3+ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. സോ ദി എക്സാ അക്വ ടൈറ്റാനിയം 2 കോംപ്ലക്സ് ഈസ് orbitally degenerate and is therefore subjected to Jahn-Teller distortion which reduce the symmetry from octahedral to square planar. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്, പക്ഷേ ഇതിലുള്ള ഇലക്ട്രോൺ, അതായത് ഈ H2O ലിഗാൻഡിൽ നിന്നും മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസിൻ്റെ ഇത് കാരണം അതെന്ത് ചെയ്യും, ഡിസ്റ്റോർഷൻ നടക്കും. സോ D1 ആണ് ടൈറ്റാനിയം +3 എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ D1 ആണ്. സോ എന്തുണ്ട്, Jahn-Teller ഡിസ്റ്റോർഷൻ ഉണ്ട്. സോ അതിലെന്ത് ചെയ്യും, അത് ഒക്ടാഹെഡ്രലിൽ നിന്ന് സ്ക്വയർ പ്ലാനാർ ആണ് അതിൻ്റെ ജോമെട്രി. For octahedral symmetry there is one electronic transition in the visible region.
For square planar symmetry, there are 2 electronic transition in the visible region and 1 in the infrared region. അതായത് ടൈറ്റാനിയം H2O 6 times 3+ കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ അല്ല എന്ന് പ്രൂവ് ചെയ്തത് അതിൻ്റെ ഒരു സ്പെക്ട്രം സ്റ്റഡി ചെയ്തപ്പോഴാണ്. അതിൻ്റെ സ്പെക്ട്രത്തിൽ ഒരു ചെറിയ പീക്ക്, ഒരു ഷാർപ്പ് ബ്രോഡനിങ്, അതിൻ്റെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് D1 സിസ്റ്റമാണ്, ഒറ്റ സിംഗിൾ പീക്കാണ്. ബട്ട് അതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ചെറുതായിട്ടുള്ളൊരു ബ്രോഡനിങ് വരുന്നുണ്ട്. സോ അവിടെ നിന്നാണ് വൈ എന്നുള്ളതിൽ നിന്നാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഈ ഒരു മോളിക്യൂൾ കാണിക്കുന്നുണ്ടെന്നും അതിന് സ്ക്വയർ പ്ലാനാറിലേക്കാണ് മോളിക്യൂളിലെ ജോമെട്രി റെഡ്യൂസ് ചെയ്യുന്നതെന്നും അതിന്ന് സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായി. സോ സ്ക്വയർ പ്ലാനാർ ആണ സമയത്താണ് ഈ ഒരു കോൺഫിഗറേഷൻ വരുന്നത്. ഇവിടെ dx² - y² ഒരു ഇലക്ട്രോണ് നിൽക്കുന്നത്. അതിൽ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ ഒന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക്, ദെൻ ദിസ് ആൻഡ് ദിസ്. അതിൽ ഈ രണ്ട് കേസും എന്താണ്, വിസിബിൾ ആണ്, വിസിബിൾ റീജിയണിലാണ്. ഈ ഒരു കേസ് IR റീജിയണിലാണ് വരുന്നത്. സോ ഇൻ സ്ക്വയർ പ്ലാനാർ സിമെട്രി ദർ ആർ 2 ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ ദി വിസിബിൾ റീജിയൻ ആൻഡ് 1 in the infrared region. Which among the following is the splitting pattern of d orbitals in square planar complex? Correct answer is option B. Unequal MO bond length are observed in. Correct answer is option D. FeH2O 6 times 2+. അതായത് ബോൺസ് എന്താവും, അൺഈക്വൽ ആവും. അതായത് ഈ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്ക്വയർ പ്ലാനാർ അതിൽ ആ ബോൺസ് ഇപ്പോൾ ആക്സിയൽ ലോങ്ങേഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്സിയൽ ബോൺസ് ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും ലെങ്ത് ഉണ്ടായിരിക്കും. ആക്സിയൽ കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ബോണ്ട് ഷോർട്ടായിരിക്കും. സോ അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് യോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ദെൻ കറക്റ്റ് ഓർഡർ ഓഫ് d orbital splitting in square planar field is. Correct answer is option A. The species which cannot exhibit iontellur tellar distortion when bound in octahedral aqua complex is. Correct answer is option C. Mn2+. Which of the following pairs of electronic configuration of high spin 3D metal ion in octahedral field undergo iontellur tellar distortion? Correct answer is option C. D4 and D9. Then iontellur tellar distortion is not observed in. Correct answer is option B. MnH2O 6 times 2+. So thanks for watching. Please like, share, comment and subscribe.